മനുഷ്യാവകാശ പ്രവർത്തകയും മലയാള സിനിമ ഗാനരചയിതാവും പാഠഭേദം എഡിറ്ററും സർവോപരി മറ്റു കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയും തൻ്റെ വാക്കുകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും സാഹിത്യം കൊണ്ടും സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി വിമർശിക്കുന്ന ഒരു പെൺകരുത്തായ ശ്രീമതി മൃദുല ദേവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചേച്ചി, ഷീബാസ് കാറ്ററിംഗിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞാൻ കുറെ കാലമായിട്ട് ചേച്ചിനെ ഇങ്ങനെ തേടി നടക്കും. അപ്പൊ ചേച്ചി നാട്ടിലില്ലായിരുന്നല്ലോ. അപ്പം എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ചേച്ചി നാട്ടിലുണ്ടെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ. ചേച്ചി നല്ല തിരക്കിലാണെന്നറിയാം, കാരണം ഈ ബിന്ദുവിന്റെ വിഷയങ്ങൾ. അപ്പം ഇതിനിടയ്ക്കും ഒരു കുറച്ച് സമയം എനിക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി വളരെ ഹിറ്റായത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ആ പാട്ടുകളായിരുന്നു. അപ്പം അല്ലാതെ ചേച്ചി ഫിലിമിലേക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയും. പിന്നെ മറ്റ് എഴുത്തുകളെ കുറിച്ച്. മറ്റെഴുത്തുകൾ അതായത് ചരിത്രം. ഞാൻ ഇപ്പോൾ മാർജിനലിസ്റ്റ് പൊളിറ്റിക്സ് ആണ് പറയുന്നത്, അത് ചരിത്രം തന്നെയാണല്ലോ. അപ്പം കൂടുതലും കണ്ടംപററി, അതായത് സമകാലിക പ്രസക്തമായ എഴുത്തുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ പഴയ മോറൽ ഹിസ്റ്ററി തൊട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനി സിനിമയുടെ പറ്റി പറയുവാണെങ്കിൽ സിനിമയിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ് ഏറ്റവും ശ്രദ്ധ നേടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീഡം ഫൈറ്റ്, അതേ സെയിം ടീമിൻ്റെ തന്നെ ഫ്രീഡം ഫൈറ്റിലെ പാട്ടാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സിനിമയിലെ പാട്ടുകളെന്ന് പറയുന്നത് 2 പാട്ടും ഞാൻ എഴുതിയത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ 2 പാട്ടും പാളുവ ഭാഷയിലുള്ള പാട്ടുകളായിരുന്നു. രണ്ടാമത് ഫ്രീഡം ഫൈറ്റിലോട്ട് വന്നപ്പോൾ മലയാള ഭാഷ തന്നെ പൂർണ്ണമായിട്ടും എഴുതണമായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ട് ഞാനിങ്ങനെ മലയാളം കൈകാര്യം ചെയ്യുമോ എന്നുള്ളത്, മലയാള ഭാഷ ചെയ്യുമോ എന്നുള്ളത്. അത് ആ ടീമിൽ നിന്നൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു. അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണേക്കാട്ടിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. വളരെ ആസ്വദിച്ച് ചെയ്യാൻ കാരണം എന്താണ്? എല്ലാം ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്, പേടിയോടെയാണ് ചെയ്യുന്നത്. നല്ല പേടിയാ, ഇപ്പൊ പോലും ഉണ്ടത്. അതൊരിക്കലും മാറില്ല. ഇപ്പൊ ഒരു ചാനൽ ഡിസ്കഷൻ ഞാൻ പോയിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ എനിക്കത് നന്നായിട്ട് പേടി എപ്പോഴും ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. പേടിയല്ലെന്ന് തോന്നുന്നു, വെപ്രാളമാണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷേ എനിക്കത് ഇഷ്ടം. ഈ പാട്ട്, അതായത് ഫ്രീഡം ഫൈറ്റിലെ വിദ്യാധരൻ മാഷ് പാടി മാത്യുസ് പുളിക്കൻ സംഗീത സംവിധാനം ചെയ്ത പാട്ടുണ്ട്. പൗർണമി ചന്ദ്രിക പാലൊളി വീശുന്ന പനിനീർ കുളിരുള്ള യാമങ്ങളിൽ നീർമിഴിക്കോണിൽ നിറയുന്നുമല്ലേ ഓർമ്മകൾ പണിതീർത്ത കളിവീട്. എനിക്കതായിരുന്നു വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ചെയ്തതിൽ എനിക്ക് രസമായിട്ട് തോന്നിയത്. അത് ജിയോ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്, 1960-70 കാലഘട്ടങ്ങളിൽ, 60-65 കാലഘട്ടങ്ങളിൽ കേട്ട പഴയ സിനിമാ ഗാനങ്ങളുടെ ശൈലിയിലുള്ള പാട്ടുകളായിരിക്കണം എന്ന് ജിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് MS ബാബുരാജ്, ഭാസ്കരൻ മാഷ് കൂട്ടുകെട്ടിലെ അന്ന് പിറവിയെടുത്ത ഗാനത്തിൻ്റെ ശൈലിയായിരിക്കണം. ഈ സിനിമയിലെ കഥാപാത്രം തന്നെ അത്തരം ഒരു പാട്ട് ആവശ്യപ്പെടുന്നതായിട്ടാണ് ജോജു ആവശ്യപ്പെടുന്നുണ്ട്. ബാബുരാജിൻ്റെ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ അങ്ങനെ പോകുമ്പം ആ പാട്ട് കിട്ടുന്നുമില്ല. അദ്ദേഹം അൽഷിമേഴ്സ് പേഷ്യൻ്റാണ്. അപ്പോൾ ഓർമ്മ കുറവാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഓർക്കുന്നതാണ്. ആ സമയത്ത് ആക്ച്വലി ഇപ്പോഴത്തെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാബുരാജിൻ്റെ പാട്ടിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാബുരാജ് മാഷിൻ്റെ അതേ ശൈലിയിലുള്ളൊരു പാട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അപ്പം ഞാനതിങ്ങനെ നോക്കുമ്പോൾ ഈ ചമത്കാര ഭംഗിയാണ് അന്നത്തെ മലയാളത്തിന്. ഇന്നത്തെ പോലെ നേരിട്ട് അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ പോകുന്നില്ല. നമുക്ക് വാക്യാർത്ഥവും അതേപോലെ തന്നെ വ്യംഗ്യ അർത്ഥവും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ആ വ്യംഗ്യാർത്ഥത്തിനകത്തു നിന്ന് നമ്മൾ വിരിച്ചെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ നാനാർത്ഥം, പര്യായപദം അതൊന്നും പഠിക്കാത്ത, അല്ലെങ്കിൽ അതൊക്കെ മറ്റൊരു ഭാഷയിൽ പഠിക്കുന്ന ആളുകൾക്ക് അത്തരം പാട്ടുകൾ ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിലെ CBSE സ്കൂളുകളുടെ വ്യാപനം വന്നതോടെയൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വ്യാപനം വന്നതോടെ നമ്മുടെ മലയാള ഭാഷയുടെ ശൈലി മാറുന്നുണ്ട്. അത് പഠിച്ചു വന്ന ചെറുപ്പക്കാരാണ് മലയാള സിനിമ ഗാനശാഖയിലുള്ളത്. അപ്പോൾ ആ ഭാഷയ്ക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുറകോട്ട് പോകണം. അപ്പോൾ അത് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതിനു വേണ്ടി എഴുതി കൊടുത്ത പാട്ട് ജിയോ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി പുറകോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറകോട്ട് പോയി
അത് എഴുതിയായിരുന്നു. എനിക്കത് ആണ് ഒത്തിരി ഇഷ്ടം. ഇപ്പോഴും റേഡിയോയിലൊക്കെ ഈ അൽസൈമേഴ്സ് ദിനം വരുമ്പോൾ ഈ പാട്ട് ഇടാറുണ്ട്. ഫേസ്ബുക്കിലും ഒക്കെ ഓരോരുത്തർ ഇടുന്നുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാവരും ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുമായിട്ട് മാത്രമാണ് എന്നെ റിലേറ്റ് ചെയ്യുന്നത്. എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അല്ല സന്തോഷം അല്ല അതുകൂടെ പറയണമെന്ന് അവർക്ക് തോന്നിയതുപോലെ തന്നെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ മൃദുലാദേവി തന്നെയാണോ ഇത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ചേച്ചിയെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കൂടുതലും ഒരു ആധുനിക കവിതകൾ പോലെ അല്ലെങ്കിൽ കുറച്ച് വേറൊരു രീതിയിലുള്ള കവിതകളാണ് ചേച്ചിയുടെ പോസ്റ്റുകളിലൊക്കെ ഞാനും കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹിത്യം എനിക്ക് കേട്ടപ്പോഴും എനിക്കും അത്ഭുതം തോന്നി, ഇത് ചേച്ചി തന്നെയാണോ എഴുതുന്നതെന്നുള്ളത്. പാട്ടിൻ്റെ വരികളേക്കാൾ ഉപരി അത് മേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻറ്റിക് എന്താ പറയുന്ന ഒരു പഴമ, വിൻറ്റേജ് ഫീല് അല്ലേ, അങ്ങനെയാണോ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു പഴമ അത് മാത്യൂസ് പുളിക്കൻ്റെ ഒരു കഴിവാണ്. പിന്നെ വിദ്യാധരൻ മാഷിൻ്റെ സൗണ്ട്. അപ്പം ജിയോ കുറേ റെഫറൻസ് പാട്ട് തന്ന എല്ലാ ഓൾഡ് ഗാനങ്ങളായിരുന്നു കേട്ടോ. അതായത് ആ കാലഘട്ടമായിട്ട് യോജിച്ച് പോയിട്ടുണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അത് ജിയോ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. മൃദുല അത് കറക്റ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്യൂസ് പുളിക്കൻ എന്ന് പറയുന്ന ആൾ എന്നെക്കാളൊക്കെ ഒത്തിരി ചെറുപ്പമാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മലയാള ഭാഷാ സാഹിത്യത്തിനകത്തൊന്നും അത്ര വെൽവേഴ്സ്ഡ് അല്ല. അദ്ദേഹത്തിന് കൂടുതൽ ഇംഗ്ലീഷൊക്കെയാണ് വശം. പക്ഷേ അദ്ദേഹത്തിനും ഇന്നവേ അത് നോക്കുവാണെങ്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും അപ്പോൾ അത് ജിയോയ്ക്ക് ഒത്തിരി നോളജ് ഉണ്ട് പാട്ടിനകത്ത് കേട്ടോ. അത് അതിനകത്തുണ്ട്. ജിയോ ഇപ്പം ഞങ്ങൾ ആരായാലും ജിയോ പിന്നെയും അത് മാറ്റിച്ച് അത് അങ്ങനെ ഡിസ്കഷൻ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ശരിക്കും ഇപ്പം ചേച്ചി 2 സിനിമകൾക്ക് വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത്? പിന്നെ ചെയ്തിരിക്കുന്നത് പലമ ഡു യു സീ മീ എന്ന ക്യൂർ പൊളിറ്റിക്സ് പറയുന്ന സിനിമയിലാണ് അടുത്ത പാട്ട് എഴുതിയത്. അപ്പോൾ അത് ആഷ ആച്ചിയാണ് സിനിമയുടെ സംവിധായിക. അപ്പം ഞങ്ങൾ പാട്ട് ഒക്കെ ചെയ്ത് തീർത്തു, റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രഗ്യാ പല്ലവി എന്ന സംഗീത സംവിധായിക, ബിഹാറിയാണ്. ഏറെക്കാലം മുംബൈ സെറ്റിൽഡായിരുന്നു. പിന്നെ അവർ തൃശ്ശൂർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫ്ലാറ്റിൽ പോയിരുന്ന് ഞാനും ആഷ ആച്ചിയും പ്രഗ്യയും കൂടെ ചെയ്ത പാട്ട്. ഞാൻ എഴുതും, അവരത് കമ്പോസ് ചെയ്യും. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു എക്സ്പീരിയൻസാണ്. അത് ഞങ്ങൾ ചെയ്തത് ട്രാപ്പ് എന്ന സൗത്ത് അമേരിക്കൻ ജോണറിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ട്രാപ്പ് എന്ന ശൈലി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ വലിയ വ്യത്യാസമില്ല, റാപ്പും ട്രാപ്പും വലിയ വ്യത്യാസമില്ല. പക്ഷേ നന്നായിട്ട് അറിയാവുന്നവർക്ക് ട്രാപ്പ് ഏതാണ് റാപ്പ് ഏതാണെന്ന് അറിയാം. എനിക്കതൊരു ട്രാപ്പാണ്. അപ്പോൾ അതായത് കുറച്ചുകൂടി സ്പീഡ് കൂടേണ്ടി വരും. സ്പീഡ് കൂടി ഒത്തിരി പൊളിറ്റിക്സ് പറയണം. ഇപ്പോൾ ക്യൂർ പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടാണ് അവർ ട്രാപ്പ് എടുത്തത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് പോകണം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 260ഓളം 300-ന് മേളിൽ വരികൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. അപ്പം അധികം ഒന്നും ഉൾപ്പെടുത്തത്തില്ലായിരിക്കാം, എനിക്കറിയില്ല റെലവൻ്റ് ആയിട്ടുള്ളത്. ചേച്ചിക്ക് പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഈ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ട്? ഇപ്പം ഞാനിപ്പോൾ വെക്കേഷൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അതൊരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. അത് അധികം ഇപ്പം ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പം ഈ വെക്കേഷന് നമ്മൾ ഈ അടുത്ത ആഴ്ച തുടങ്ങിയേക്കുമായിരിക്കും. ഇപ്പം മഴയൊക്കെ വന്നിരിക്കുന്നു, തുടങ്ങിയിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇനി ഒരു 2-2.5 ആഴ്ചയും കൂടെയൊക്കെ ഇവിടെ കാണുള്ളൂ. ഇപ്പം മ്യൂസിക്കൽ വീഡിയോയെ ചെയ്യുന്നുള്ളൂ. സിനിമയിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനാണ് അവരോട് പറഞ്ഞത് ഞങ്ങളിപ്പം നേരിട്ട് സിനിമയിലോട്ടില്ല, അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു കാർ എടുത്ത് ഓടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പുതിയ കാർ ഓടിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. എനിക്കൊരു പ്രൊഡ്യൂസറെ തേടി അങ്ങനെ അലയേണ്ട വന്നില്ല. ഡൽഹി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തമിഴ്നാട്ടിലെയും മുംബൈയിലും ഉള്ള 2 ആൾക്കാരാണ്. അവർ പ്രൊഡ്യൂസേഴ്സ് വന്ന് അവരുമായിട്ട് സഹകരിക്കാമോ എന്ന് ചോദിച്ചു. അവരുടെ ഒരു ഹിന്ദി സിനിമ ജൂട്ടൻ മൂവി സൗത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ട് എഴുതാമോ എന്ന് ചോദിച്ചു വന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ഈ പ്രോജക്റ്റ് അറിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അവർ പ്രൊഡ്യൂസ് ചെയ്യാം, സിനിമയിലാക്കാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ശരിയാണ് ഒരു സിനിമയിലോട്ടൊക്കെ കിട്ടുമ്പോൾ ഒക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ തന്നെ ഒരു ഓൺ പ്രോജക്റ്റ് വികസിപ്പിച്ച സിനിമയിലേക്ക് പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതൊക്കെ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്.
കാരണം ഇതൊരു നിസ്സാര കാര്യം അല്ല അല്ല അല്ല. ഇപ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് ചെറിയ 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 പ്രോജക്റ്റുകൾ, ചെറിയ ആൽബങ്ങൾ, ചെറിയ ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്തിട്ട് പതിയെ അതിലോട്ട് പോകാം എന്നൊക്കെ നിൽക്കുന്നു. പക്ഷേ എന്ന് വെച്ച് വിട്ടിട്ടൊന്നുമില്ല, അതവിടെ തന്നെ ഉണ്ട്. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അറിയില്ല. കാശൊക്കെ കാശൊക്കെ ഉണ്ടാവണ്ടേ? പ്രൊഡ്യൂസേഴ്സ് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ എനിക്കൊക്കെ ഒരു നിലപാടുണ്ട്. ആ നിലപാടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പലപ്പോഴും പല ഘട്ടങ്ങളിൽ. അപ്പോൾ നമുക്ക് ചിലപ്പം വേണ്ട, ഞങ്ങൾക്ക് സിനിമ വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പൊക്കോളാം എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യങ്ങൾ. എനിക്ക് പണ്ടൊക്കെ ഇത് സിനിമ എന്നൊക്കെ പറയുമ്പോൾ വലിയ പേടിയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ അത്ര പേടിയൊന്നുമില്ല, ചെയ്യാവുന്നത്. എന്തായാലും എനിക്ക് ഞാൻ ചെയ്ത് ഇതിൽ ഞാൻ പണിയെടുത്ത് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കിതിൻ്റെ നിന്നുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ടീമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ചെറിയൊരു ടീമുണ്ട്, ഇല്ലാതൊന്നുമല്ല, ചെറിയ ടീമുണ്ട്. ചെറിയ സ്വപ്നങ്ങളുള്ള നല്ല കഴിവുള്ള ആൾക്കാരുടെ ഒരു ടീമുണ്ട്. ഞങ്ങളെല്ലാം ഏറ്റവും എനിക്ക് തോന്നുന്നു ഇപ്പം കയറി വരാവുന്നതിൽ ഏറ്റവും കുഞ്ഞു ടീം ഞങ്ങളായിരിക്കും. ആ കുഞ്ഞു ടീമും ഒക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ പറ്റുമെന്ന് ഞങ്ങൾ കാണിക്കും. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം കൂടെ, ചേച്ചിയുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ ഏതൊക്കെ കോളേജുകളിലായിരുന്നു ചേച്ചി? പറഞ്ഞില്ല, കുറേ സ്കൂളൊക്കെ കുറേ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫറൊക്കെ ഉണ്ടായിരുന്നു. LP സ്കൂൾ പരുത്തുംപാറ ഗവൺമെൻറ് LP സ്കൂൾ. പിന്നെ 6ാം ക്ലാസ് വരെ NSS ചിങ്ങവനം, കുഴിമറ്റ NSS സ്കൂൾ, സദനം സ്കൂൾ എന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കിക്ക് പോകുന്നു. അച്ഛനെ ട്രാൻസ്ഫർ കിട്ടി. അവിടെ സെൻറ്റ് ജോർജ് UP സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് ഹൈസ്കൂളിലേക്ക് ഇടുക്കി ഗവൺമെൻറ് ചെറുതോണി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈ NSS സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. സദനത്തിൽ 10th വരെ അവിടെ. പിന്നെ പ്രീ ഡിഗ്രി ബാച്ചാണ് ഞങ്ങൾ. ബസേലിയസ് കോളേജ് കോട്ടയം. ഡിഗ്രി BCM കോളേജ് കോട്ടയം. MAക്ക് പഠിച്ചത് ചങ്ങനാശ്ശേരി SB കോളേജ്. SBയിൽ അച്ഛൻ പഠിച്ചു, എൻ്റെ ബ്രദർ പഠിച്ചു, ചേച്ചി പഠിച്ചു, ഞാനും. ഞങ്ങൾ രണ്ടുപേരും, ചേച്ചി ഞാനും PGക്കാണ് പഠിക്കുന്നത്. പിന്നെ കഞ്ഞിക്കുഴി മൗണ്ട് കാമൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ B.Ed. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചതാണ് പറയാം അല്ലേ? ഓക്കെ. അപ്പം ഏതായാലും അവിടെയൊക്കെ അതുകൊണ്ടൂടെയൊക്കെയാണോ ചേച്ചിക്ക് ഭാഷയുമായിട്ട് ഇത്ര ഒരു അടുപ്പം, മലയാള ഭാഷയായിട്ട്? അതോ അത് ചേച്ചിക്ക് അല്ലാതെ തന്നെ ഉള്ള ഒരു സംഭവമാണോ? അതോ ചേച്ചിയുടെ ഈ ഒരു എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടിയതാണോ? അല്ല, ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി ഞാൻ ആകാശവാണി. അക്ഷരശുദ്ധിക്കകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ റേറയിലെ എല്ലാ ആളുകളിലും എനിക്ക് തോന്നുന്നു ആകാശവാണിയോടായിരിക്കും. അങ്ങനെ ഒരു നിരീക്ഷണം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ ആകാശവാണിയോട് തന്നെയാണ് എപ്പോഴും അതിനകത്ത് കടപ്പാട്. കാരണം ഞാൻ റേഡിയോ കേട്ടതുപോലെ ഒന്നും വേറെ ആരും അങ്ങനെ കേട്ട് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉദയഗീതം മുതൽ അടയ്ക്കുന്നത് വരെ, അതായത് തമിഴ് ശൊൽമാലയൊക്കെ കേൾക്കുമായിരുന്നു. എല്ലാം കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ ഇത്ര എല്ലാ ഭാഷയും ഒരു ഐഡിയ കിട്ടിയത് അതിനകത്ത്. 2 തൊട്ട് 2:10 വരെ ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ട്. എല്ലാം കേൾക്കുമായിരുന്നു. ഇഷ്ടമായിരുന്നു റേഡിയോ കേൾക്കാനായിട്ട്. ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഞാൻ കേട്ടാൽ മതിയല്ലോ. ലളിതഗാനങ്ങൾ, ഞാൻ ലളിതഗാനം കേട്ട് ഇരുന്ന് അതിൻ്റെ കൂടെ പാടും. എന്നിട്ട് ആ പാടിയത് സ്കൂളിൽ മത്സരത്തിന് പാടും. അങ്ങനെ അന്നത്തെ കാലത്ത് 1st, 2nd, 3rd ഒക്കെ കിട്ടുന്നവർ ലളിതഗാനം, ഈ റേഡിയോ ലളിതഗാനം കേട്ട് പഠിച്ചവരായിരിക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, ഉച്ചാരണം ഇങ്ങനെയാണ്, എങ്ങനെയാണ്. നമ്മുടെ അധ്യാപകരെ നമ്മൾ ഒട്ടും അവഗണിക്കുന്നില്ല. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും നമ്മുടെ ഫാമിലിയിലെ എൻ്റെ അച്ഛൻ എടുത്ത ഒരു ഫോട്ടോ അതിനകത്ത് വളരെ നന്നായിട്ടുണ്ട്.